ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവൈവൽ ത്രില്ലർ മൂവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ മൂവി നിങ്ങളെ അതേപോലെ തന്നെ ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ച് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനിൽ തന്നെ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. അപ്പോൾ ഇതുപോലുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്ന് എനിക്കറിയാം. അപ്പോൾ കഥ പറയാനായിട്ട് ദേ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, എൻജോയ് ചെയ്ത് ഈ ഒരു കഥ കാണുക, അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ബെന്നിനെ കാണിച്ചുകൊണ്ടാണ്. ബെന്നിനെ ഇപ്പോൾ കാണിക്കുമ്പോൾ അവൻ ആകെ വിഷമിച്ചിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതുമല്ല ബെന്നാണെങ്കിലോ ഒരു പൈലറ്റുമാണ്. ഇപ്പം അതേ സമയം ബെന്നിൻ്റെ ഭാര്യ വിളിച്ചിട്ട്, അല്ല നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ബെൻ പറയും, ഇല്ല എൻ്റെ ഷെഡ്യൂൾ മാറ്റി, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്തായാലും വരാൻ കഴിയത്തില്ല, അടുത്ത ഷെഡ്യൂളിൽ ഞാൻ എന്തായാലും അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഈ ഭാര്യ വിളിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ബെന്നിൻ്റെ മകനെ ഒട്ടും വയ്യ. ഈ സമയത്ത് ബെൻ വീട്ടിലുണ്ടാവണം. അതുപോലെ തൻ്റെ ജോലി ഇതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാനും കഴിയത്തില്ല. അതുകൊണ്ട് ബെൻ ഇപ്പോൾ അവൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് തൻ്റെ നാടിനടുത്തേക്കുള്ള ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പോകുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഷാങ്കായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയും. ഓക്കെ, അത് തന്നെ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് തരാൻ പറയുമ്പോൾ അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്താലും അവൻ്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും, അധികം നേരം അവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും അതൊന്നും കുഴപ്പമില്ല, അതായാലും മതി എന്നും പറഞ്ഞിട്ട് അവരതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഭാര്യയെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട്, കാരണം മകൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്, അവൻ ഇപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പം അതേ സമയം അടുത്ത ദിവസം എയർപോർട്ടിൽ കാണിക്കുമ്പോൾ ഡാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലം, അതും എയർപോർട്ടും കൂടിയാണ്. ഇവിടെ നിന്നാണ് അവൻ സിഗരറ്റ് വലിക്കുന്നത്. കൂടാതെ അവൻ്റെ കയ്യിലുള്ള ഒരു പാഡുണ്ട്, അതിൽ അവൻ ചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും അതിൽ ചെറിയൊരു സ്പാർക്ക് വരുന്നത് പോലെ, പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നില്ല. ഇതേ സമയം ആ ഒരു എയർപോർട്ടിലുള്ള ലേഡി വന്നിട്ട്, സാർ നിങ്ങൾക്ക് അത്രയും വിവരമില്ലേ, സ്മോക്കിംഗ് ഏരിയ അവിടെയുണ്ട്, അവിടെ പോയിട്ട് സിഗരറ്റ് വലിക്കാൻ പറയും. അപ്പോൾ ഇടാൻ പറ്റുന്ന സോറി എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗരറ്റ് താഴെ കിട്ടി ചവിട്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ലേഡി അവിടെ നിന്ന് പോകുന്നതും വീണ്ടും അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ എണ്ണമുണ്ട് ഈ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്നുപോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ബെൻ ഓടിക്കാൻ പോകുന്ന ആ ഒരു പൈലറ്റിൽ ബെൻ മാത്രമല്ല വേറൊരു പൈലറ്റും കൂടിയുണ്ട്. അയാളുടെ പേര് റിച്ച് എന്നാണ്, അതും ബെന്നിൻ്റെ സീനിയർ. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു അച്ഛനും മകളും ഇരുന്നിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഹീറോ ഡാൻ ഉണ്ടല്ലോ, അവൻ നേരെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി രണ്ടുപേരും വഴക്കിടാനടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, അല്ല എൻ്റെ മകൾ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്, അതുകൊണ്ട് അവൾക്ക് നല്ല പേടി വരുന്നില്ല എന്ന് പറയുമ്പോൾ ഡാൻ പറയും എന്തിനാ പേടിക്കുന്നേ, ഹിപ്പോപ്പൊട്ടാമസിനെ അറിയത്തില്ലേ, അതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അങ്കിള് വെറുതെ പറയല്ലേ, അല്ല നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഒരുപക്ഷേ അതുപോലെയുള്ള ഹിപ്പോപ്പൊട്ടാമസിനെ ഫ്ലൈറ്റിൽ കയറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പം ഈ ഒരു അച്ഛനും മകളും പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയനും വരുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, അത് ആ ഒരു പെൺകുട്ടിയുടെ സ്വന്തം അമ്മയും അനിയനും അല്ല, ആ ലേഡി ഈ പെൺകുട്ടിയുടെ അച്ഛനെ രണ്ടാമത് കല്യാണം കഴിച്ചതാണ്. അതും ആ ഒരു ലേഡിയുടെ മകനും കൂടെ ഉള്ളപ്പോൾ. അതുപോലെ ഇപ്പോൾ ആ ഒരു ചെറിയ പയ്യനാണെങ്കിലോ നല്ല കുരുത്തക്കേടാണ്, എല്ലായിടത്തും ഓടി നടക്കുന്നത് കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ട്രാക്കിംഗ് ഡിവൈസ് അവൻ്റെ ദേഹത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് കണ്ട ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലോ അവളും മിണ്ടാതിരിക്കുകയല്ല. ഇതുപോലെ ട്രാക്കിംഗ് ഡിവൈസ് എന്തിനാ വെക്കുന്നത്, ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കഴുത്തിൽ കിട്ടുമല്ലോ, പൂച്ചയുടെയും പട്ടിയുടെയൊക്കെ, അതുപോലെ ഒരു ചിപ്പ് വെച്ച് കൊടുത്തൂടെ എന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളുടെ അമ്മ വിട്ടുന്ന്, മോളെ ഇത് നോക്ക്, അത് നിന്റെ സഹോദരനാണ്, അതുകൊണ്ട് അവൻ എവിടെയൊക്കെ പോകുന്നു വരുന്നു എന്നെല്ലാം നോക്കിയിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നീയാണ്. അപ്പോൾ ഈ ഒരു കുടുംബമായല്ലോ, ഇവരെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഒരു ചൈനക്കാരി അതേപോലെ തന്നെ ഒരു സ്പോർട്സ് ടീമിൽ ചേർന്ന അവളുടെ കാമ്പുകൻ, അവളുടെ ടീം, ഇവരെല്ലാവരും ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ US ചേർന്ന ഒരു സ്പോർട്സ് ടീമിലെ പയ്യൻ അവൻ വന്നിട്ട് ഈ ഒരു ചൈനക്കാരിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ കാമ്പുകൻ പെട്ടെന്ന് ഇടയിലേക്ക് കയറി വരുന്നതും ആ ഒരു US ടീമിന്റെ ക്യാപ്റ്റൻ വന്നിട്ട്, സോറി മക്കളെ, ഇവന്മാരെ കൂടെ കൊണ്ട് നടക്കുന്നതേ വലിയ പാടാണ്, സോറി എന്ന് പറഞ്ഞിട്ട് അവന്മാരെ വിളിച്ചോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെ ആൾക്കാരുടെ ലഗേജും കാര്യങ്ങളെല്ലാം വിമാനത്തിലേക്ക് കയറ്റുന്ന ആ ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഡാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ലാപ്ടോപ്പിൽ അവൻ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്പാർക്കായല്ലോ, അതേ ലാപ്ടോപ്പും അവൻ്റെ ഐപാഡും മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ വിമാനത്തിലേക്ക് കയറ്റുന്ന കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു ഫ്ലൈറ്റ് അവിടെയുള്ള എല്ലാ യാത്രക്കാരെയും കൊണ്ട് ഏകദേശം ഒരു 200 യാത്രക്കാരെയും കൊണ്ട് അവിടെ നിന്നും ടേക്ക് ഓഫ് ആവുകയാണ്. അതേപോലെ തന്നെ ആകാശത്തൂടെ പറന്നു പോകുന്നതും ഇപ്പോൾ നല്ല രാത്രിയായി. ആകാശത്തിലൂടെ ഈ ഒരു ഫ്ലൈറ്റ് പറന്ന് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിതുവരെയും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ കാണുന്ന ആരെങ്കിലും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അങ്ങനെ വിമാനത്തിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ കണ്ണാടിയിട്ട് ഒരുത്തൻ അവൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന വയസ്സായിട്ടുള്ള ലേഡി
അവനെ കാണുന്നതും അവൻ ഹായ് പറയുന്നു, അവർ തിരിച്ച് ഹായ് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പെട്ടെന്ന് അവരുടെ ഫോൺ കാണിച്ചിട്ട്, ദേ ഇതെന്റെ കൊച്ചുമകളാണ്, ഇപ്പൊ ഷാങ്കായിലാണ്, ഞാൻ അവളെ കാണാൻ പോവാണെന്നെല്ലാം വിശേഷം പറയാലോ അതുപോലെ പറയാണ്. ഇതേ സമയം ഡാനിന്റെ സീറ്റിനടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ അടുത്ത് ഒരാൾ ഇരുന്നിട്ട് നല്ല ഉറക്കം കൂർക്കം വലിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഡാൻ ആ ഒരു എയർ ഹോസ്റ്റിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, മാഡം ദേ നോക്ക്, ഇയാൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ, സാർ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് തടയാൻ കഴിയുന്നത്? അതല്ല ഒരാളുടെ പ്രൈവസി അല്ലേ? ഓ പ്രൈവസി അല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് സിഗരറ്റ് എടുക്കുമ്പോഴത്തേക്കും, സാർ ഇതിനകത്ത് വെച്ചൊന്നും വലിക്കാൻ പറ്റത്തില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കും, അതിനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിഗരറ്റിന്റെ അറ്റത്തുള്ള പഞ്ഞി ഉണ്ടല്ലോ അതെടുത്ത് ചെവിയിലേക്ക് കുത്തി വെച്ചിട്ട്, ഇപ്പൊ ഓക്കെ ആയല്ലോ, അയാളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയത്തില്ല, എനിക്കൊരു കുഴപ്പമില്ലാന്നും പറഞ്ഞ്. ഇപ്പൊ അതേ സമയം നമ്മുടെ ചൈനക്കാരിനെയും അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുമ്പോൾ സത്യത്തിൽ ഇവര് രണ്ടുപേരും പ്രണയിക്കുകയൊന്നുമല്ല, വേറെ ഒന്നുമല്ല, ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ മാത്രമാണ് വൺ സൈഡായിട്ട് അവളെ സ്നേഹിക്കുന്നത്. അതുമല്ല എപ്പോഴും അവന്റെ കയ്യിൽ ഗ്രീറ്റിംഗ്സും അവളോട് പ്രണയം പറയാനായിട്ടുള്ള ആ ഒരു കാര്യമെല്ലാം തയ്യാറാക്കി വെച്ചേക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത്. ഇതേ സമയം ഒരു ഫാമിലി ഉണ്ടല്ലോ, അതിൽ ആ ഒരു ചെറിയ പെൺകുട്ടി അവളെ കാണിക്കുമ്പോഴത്തേക്ക് അവൾ മാത്രം കുറച്ച് മാറിയിട്ട് ഇവരോട് മിണ്ടാതിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് അവളുടെ അച്ഛൻ രണ്ടാമത് ഇതുപോലെ കല്യാണം കഴിച്ചതും അവളുടെ സ്റ്റെപ്പ് ബ്രദർ ഉണ്ടല്ലോ അവരെയൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഇതെല്ലാം ആ ഒരു അച്ഛൻ അവളോട് പറഞ്ഞു നോക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുമല്ല അച്ഛനും അമ്മയും അതുപോലെ തന്നെ കിസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ആ ഒരു പെൺകുട്ടി ഒരു വല്ലാത്ത രീതിയിൽ അവരെ ആക്ഷനെല്ലാം കാണിക്കുന്നുണ്ട്. ഷെടാ ഇത് എന്ത് കൊച്ചാ നോക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നേരെ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. അവിടെ കയറി പോകുന്നത് വേറെ ഒന്നിനുമല്ല, റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയം ഡാനിന്റെ ആ ഒരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ അത് കാണിക്കുമ്പോഴത്തേക്കും അതിപ്പോ സ്പാർക്കായിട്ട് പെട്ടെന്ന് അതിനകത്ത് തീ പിടിക്കുന്നു. ഇതേ സമയം ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അനിയൻ, ചേച്ചി അച്ഛനും അമ്മയും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന്, എന്ത് അവര് രണ്ടുപേരും ഈ ഫ്ലൈറ്റിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവിടെ കുളിക്കാനായിട്ട് പോയെന്ന് പറയും. എന്ത് ഫ്ലൈറ്റിൽ സ്വിമ്മിംഗ് പൂളോ? ദേ അവിടെ ഉണ്ട്, പോയി നോക്കിയെന്ന് പറയുന്നതും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു വശത്തേക്ക് വരുമ്പോൾ ആ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരുന്ന കണ്ണാടിക്കാരനുണ്ടല്ലോ അവൻ ഇപ്പോൾ ഈ ഒരു ചെറിയ പയ്യനെ കണ്ടിട്ട്, എന്തോ മോനെ ഇവിടേക്ക് വരാനെന്ന് ചോദിക്കും. വാ ഇവിടേക്ക് വാ, എൻ്റെ അടുത്തേക്ക് ഇരിക്കെ, നമുക്ക് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അടുത്തേക്ക് ഇരുത്തി ഇവർ രണ്ടുപേരും ഗെയിം കളിക്കാണ്. ഇതേ സമയം ആ ഒരു കാർഗോ പെട്ടി ഉണ്ടല്ലോ അത് മൊത്തത്തിൽ തീ പിടിക്കുന്നു, അതിൽ നിന്ന് പുകയെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് തീ പിടിക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയ്ക്കും അതേപോലെ തന്നെ ഫ്ലൈറ്റിലുള്ളവർക്കും ഇതിന്റെ അലർട്ട് വരുന്നുണ്ട്, ഇതുപോലെ ആ ഭാഗത്ത് തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ തീ അണയ്ക്കാൻ വേണ്ടി അവിടെ തന്നെ ഇതിന്റെ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്വിച്ച് അമർത്തുന്നതും അവിടെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അത് നല്ലതുപോലെ വർക്കാവുന്നില്ല. ഓക്കെ ഇതുവല്ലോ ഇവിടെ വെച്ച് വർക്കായി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ടീമും അടുത്തുള്ള എയർപോർട്ട് ഉണ്ടല്ലോ അവിടേക്ക് കോൾ ചെയ്തിട്ട്, ഇതുപോലെ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ തീ പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ എമർജൻസി ലാൻഡിങ് ചെയ്യാൻ പോവാണ്, അവിടേക്ക് വരെയുള്ള ആ ഒരു ലൊക്കേഷൻ കോഡ് ഇതെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഏകദേശം 1000 കിലോമീറ്റർ കഴിഞ്ഞു വരണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ കഴിയത്തില്ല. അതുപോലെ ഇവരുടെ വിമാനം ഇപ്പോൾ പറക്കുന്നത് 25,000 അടി മുകളിലാണ്. അതുപോലെ ഇപ്പോൾ തീ പിടിച്ചതുകൊണ്ട് ഒരു 10,000 അടി താഴേക്ക് ഇവർ കൊണ്ടുവരും. അതുപോലെ ഇപ്പൊ ക്യാപ്റ്റൻ റിച്ച് ഉണ്ടല്ലോ, റിച്ചിനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് റിച്ച് പറയുന്നത്, ഓക്കെ ശരി, നമുക്കിപ്പോ ഇവിടെ നിന്നല്ലേ അത് അണയ്ക്കാൻ കഴിയാത്തത്, രണ്ടുപേരെ താഴേക്ക് ഇറക്കിയിട്ട് മാനുവലായിട്ട് ആ ഒരു തീ അണയ്ക്കാൻ നോക്ക്. അതുകൊണ്ട് ഇവര് രണ്ടുപേരും നേരെ താഴേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ വന്ന് ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അതേസമയം ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോഴത്തേക്കും അവള് തന്റെ അച്ഛനും അമ്മയും കുറെ നേരം ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ, അതുകൊണ്ട് അവർ തിരക്കി നേരെ ബാത്റൂമിനടുത്തേക്ക് വന്നിട്ട് ആ ഡോറിൽ പിടിച്ച് തിരിക്കുകയാണ് തുറക്കാൻ വേണ്ടി. ഇതേ സമയം ആ ഒരു തീ അണയ്ക്കുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കണേ. അവര് രണ്ടുപേരും കഷ്ടപ്പെട്ടത് അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് നല്ല രീതിയിൽ തീ ആളി പടരുകയാണ്. അതുമല്ല ആ ഒരു ബോക്സ് ഒരവസരത്തിലേ അതിന്റെ ആ ഒരു ലോക്ക് വിട്ടിട്ട് അങ്ങനെ വരുന്നതും ഇവർ രണ്ടുപേരും ഒരു വശത്തേക്ക് ചാടിയങ്ങ് വീഴും. കൂടാതെ ഇവർ ആ ഒരു തീ അണയ്ക്കാൻ കൊണ്ടുവന്ന സിലിണ്ടർ ഉണ്ടല്ലോ അതിലൊരെണ്ണം തീർച്ചു വന്നിട്ട് ഈ ഫ്ലൈറ്റും തകർത്ത് നേരെ വെളിയിലേക്ക് പോകുന്നു. അതിലൊരു സിലിണ്ടർ ആണെങ്കിലോ നേരെ പാസഞ്ചർ ഇരിക്കുമല്ലോ അതിലേക്ക് തെറിച്ചു വരും. അതുമല്ല ആ ഒരു ചൈനീസ് പ്ലെയർ ഉണ്ട്, അതിലൊരുത്തന്റെ മുഖത്തേക്ക് വന്നൊരു ഒറ്റയിടി, അവന്റെ ബോധം അപ്പൊ തന്നെ പോയി. അതും കൂടാതെ ഈ ബാത്റൂമിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും അവരും കൺട്രോൾ വിട്ടിട്ട് നേരെ കണ്ണാടിയിലേക്ക് വന്ന് ഇടിച്ച് അവരുടെയും ബോധം പോയി താഴെ വന്ന് വീഴുന്നു. അതുമല്ല ഇപ്പോൾ ഇതുപോലൊരു ഹോള് വീണതുകൊണ്ട് വെളിയിലുള്ള കാറ്റെല്ലാം ഉള്ളിലേക്ക് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചെറിയ ഹോള് വഴി വെളിയിലേക്ക് വലിച്ച് തള്ളുവാണ്. അതിലൂടെ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവളെയും വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചൈനക്കാരി പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയെ പൊക്കിയെടുത്ത് അവളുടെ സീറ്റിലേക്ക് അങ്ങ് ഇരുത്തും. ഇപ്പൊ ഈ ഒരു ഫ്ലൈറ്റിനകത്തെ ആ അവസ്ഥയുണ്ടല്ലോ അത് വളരെ മോശമാണ്, ഇനി ആരെ കൊണ്ടും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ഫ്ലൈറ്റ് കുറച്ചുകൂടി താഴത്തേക്ക് പാർത്തും. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അതുമല്ല ഇതിനകത്തുള്ള പാസഞ്ചേഴ്സിനെല്ലാം ഓക്സിജൻ മാസ്ക് മറ്റു കാര്യങ്ങളെല്ലാം എയർ ഹോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ചൈനക്കാരുണ്ടല്ലോ ബോയ് ഫ്രണ്ട്, അവൻ ഇത്രയും നേരം ബാത്റൂമിലായിരുന്നു. അതുപോലെ ഇവിടെയുള്ള ആ ഒരു ബഹളമെല്ലാം കേട്ടിട്ട് അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കും.
ഈ ബാത്റൂമിനകത്തുള്ള ഭാര്യയും ഭർത്താവും അവരിപ്പോഴും ബോധമില്ലാതെ കിടക്കാണ്. ഇപ്പൊ ചൈനക്കാരനെ ആ ഒരു എയർ ഹോസ്റ്റ് തടഞ്ഞിട്ട്, സാർ ഒരിക്കലും അവിടേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ പറയുമ്പോൾ, ഇല്ല എന്റെ ഗേൾ ഫ്രണ്ട് അവിടെയുണ്ട്, അവിടെ രക്ഷിക്കണമെന്ന് പറയുന്നതും, ഇല്ല അവരെന്തായാലും സീറ്റിലിരിക്കല്ലേ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നെന്നും പറഞ്ഞിട്ട് അവനെയും അവിടെ സീറ്റിലേക്ക് പിടിച്ചെടുത്തും. ഇതേസമയം ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലോ നമ്മുടെ ചൈനക്കാരിയുടെ മടിയിലിരുന്നിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ അച്ഛനെയും കാണണമെന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ, ഇല്ല മോളെ അവിടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെയും സമാധാനപ്പെടുത്തി ഇരുത്തുകയാണ്. ഇതേ സമയം ഡാൻ എന്ന് പറഞ്ഞ് അവനെ കാണിക്കുമ്പോഴത്തേക്കും ഇവൻ കൊണ്ടുവന്ന ആ ഒരു ഒറ്റ സാധനം കാരണമാണ് ഇത്രയും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായത്. ഇപ്പൊ അവൻ എന്താ ചെയ്തതെന്നറിയോ, എയർ ഹോസ്റ്റിനോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാം, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം ചെയ്യാനെന്നും പറഞ്ഞ് ആ ഒരു ഓക്സിജൻ മാസ്ക് എടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയിരുന്നിട്ട് അതും എടുത്തു വെച്ച് സിഗരറ്റ് വലിക്കുന്നു. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ, എന്തായാലും മരിക്കാൻ പോവാണ്, അതിനു മുന്നേ വലിച്ചു മരിക്കാന്നാണ് അവൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. ഇതേ സമയം ആ ഒരു ഫ്ലൈറ്റിലുള്ള പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് ആ വിമാനത്തിന്റെ ചിറകിലേക്ക് വന്ന് ഇടിച്ച് നല്ല രീതിയിൽ തീ പിടിക്കുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വശത്തുള്ള ജനാലയെല്ലാം ഇളകിപ്പോയിട്ട് അവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, സീറ്റിൽ കൂടെ അവരെല്ലാവരും വെളിയിലേക്ക് പോകുന്നു. അയ്യോ, ഈ ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഡാൻ ആണെങ്കിലോ സിഗരറ്റ് എല്ലാം വലിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് കണ്ട എയർ ഹോസ്റ്റ് അയാളെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും ജീവനും കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവ മാത്രം വലിക്കാനായിട്ട് അകത്തേക്ക് കയറി പോയേക്കുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റനും ടീമിനും മനസ്സിലായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന്. കാരണം ആ ഒരു പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം തകർന്നു പോയിട്ടുണ്ട്, നല്ലതുപോലെ തീയും പിടിച്ചു. ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു എയർപോർട്ട് ആണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് അടുത്ത് ഏതെങ്കിലും ദ്വീപോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല. കാരണം ചുറ്റിന് കടല് മാത്രമേ ഉള്ളൂ. അത്രയും വലിയ കടലിന് മുകളിലൂടെയാണ് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ വഴിയില്ല, കടലിലേക്ക് വിമാനം ഇടിച്ചിറക്കണം, അതല്ലാതെ ഇവർക്ക് വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് വിമാനത്തിലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ ഫ്യൂവൽ ടാങ്കിലെ ഫ്യൂവലെല്ലാം വെളിയിലേക്ക് കളയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, പതിയെ 1000 അടി 500 അടി 300 അടി ഇങ്ങനെ പതിയെ ആ ഒരു വിമാനം കടലിലേക്ക് ഇടിച്ചങ്ങിറക്കാണ്. ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങിയ ആ ഒരു വിമാനമാണെങ്കിലോ വെള്ളത്തിലൂടെ നല്ലതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കടലിലെ വലിയ വലിയ പാറകളൊക്കെ ഉണ്ടല്ലോ, മലകളൊക്കെ, അതിന് മുകളിൽ ഈ വിമാനത്തിന്റെ അടിഭാഗം തട്ടിയിട്ട് അടിയിലെല്ലാം നല്ലതുപോലെ കീറി ഇപ്പോൾ ഉള്ളിലേക്ക് വെള്ളവും കയറുന്നു. അതുമല്ല ആ ഒരു ഒറ്റ ഇടിയിൽ വിമാനം തല കീഴായിട്ട് മറിഞ്ഞ് അങ്ങനെ തെറിച്ചു പോവാണ്. ഈ ഒരു ഒറ്റ സീൻ മതി ഈ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു സീൻ എടുത്തു വെച്ചേക്കുന്നത്. ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ, 2 ബസ്സുകൾ കൂട്ടിയിടിക്കുന്നത് പോലെ, അതിൽ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴത്തേക്കും നടക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ബസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിക്കുമല്ലോ, അതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വിമാനം 2-3 ഭാഗങ്ങളായിട്ട് പൊട്ടി തകർന്ന് ഇപ്പൊ പീസുകളായിട്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അതിലൊക്കെയാണ് പാസഞ്ചേഴ്സ് പിടിച്ച് രക്ഷപ്പെട്ട് കിടക്കുന്നത്, അതും വെള്ളത്തിലെ. അപ്പോൾ നമ്മുടെ ചൈന കരിപ്പെടുന്ന മുകളിലേക്ക് വരുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് റിച്ച് എന്ന് പറഞ്ഞ ആ ഒരു പൈലറ്റിനെ വിളിച്ചിട്ട്, ഹേ റിച്ച്, ദേ നമ്മൾ ലാൻഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല, കണ്ണുറക്കാൻ പറയുമ്പോഴത്തേക്കും റിച്ചിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതുമല്ല അവരിയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ആ മുന്നിലത്തെ ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ റിച്ചിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഇതേ സമയം ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, തൻ്റെ സഹോദരൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൾ അനാഥയായിട്ട് ആ ഒരു തകർന്ന ഭാഗത്ത് നിന്ന് നോക്കി നിൽക്കാണ്. ഇപ്പോൾ റിച്ചിനെ കാണിക്കുമ്പോഴത്തേക്കാണ് റിച്ച് പതിയെ കണ്ണു തുറന്നു. പക്ഷേ അവനെ ആ ഒരു സീറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല, കാരണം കാലവിടെ കുടുങ്ങിക്കാണ്. ഇപ്പോൾ റിച്ചിനെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് റിച്ച് പറയുന്നത്, നോക്കുവേൻ, ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേറെ വഴിയില്ല, നീ എൻ്റെ കാല് മുറിച്ചെടുക്കാൻ പറയുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലോ അവിടെ ഇരിക്കുന്ന ഒരു കോടാലി എടുത്ത് റിച്ചിന്റെ കാല് മുറിക്കാനായിട്ട് വരുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ചൈനക്കാരുണ്ടല്ലോ ബോയ് ഫ്രണ്ട്, അവനിപ്പോൾ തന്റെ കാമുകിയെ അന്വേഷിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു അവൾ ആ ഒരു വെള്ളത്തിലിടക്കാണ്. അങ്ങനെ അവൻ ചൈനക്കാരി അന്വേഷിക്കുന്നതും ഇവിടെ ഡാൻ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ അവനും ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ അങ്ങനെ കണ്ണു തുറന്നിട്ട് എന്തോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ അപ്പോഴും സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബോയ് ഫ്രണ്ട് നമ്മുടെ ചൈനക്കാരി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ ഒരു കണ്ണാടിക്കാരൻ ലാപ്ടോപ്പ് എല്ലാം യൂസ് ചെയ്ത ആ ഒരു ചെറിയ പയ്യനെയും കൊണ്ടിരുന്നല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കും അവര് രണ്ടുപേരും ഇരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിപ്പോ കടലിനടിയിൽ പാതി മുങ്ങി നിൽക്കാണ്. ഇപ്പൊ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ വേറെ ആരെങ്ങനെ കാണുന്നില്ല. അതുമല്ല ഇവര് രണ്ടുപേരും ഹേയ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ കാല് അവിടെയുള്ള സീറ്റിൽ പെട്ടുപോയി. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഒരു എയർ ഹോസ്റ്റ് മാത്രമുണ്ട്. അവളാണെങ്കിൽ ഒരു ടോർച്ച് എടുത്ത് അവൻ ഇട്ടുകൊടുത്ത് അവനെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതേ സമയം നമ്മുടെ ചൈനക്കാരിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ വെള്ളത്തിൽ നിന്ന് നീന്തി വലിയൊരു ഇരുമ്പ് ഭാഗമുണ്ട്, അതിന്റെ മുകളിലേക്ക് നീന്തി കയറാണ്. അങ്ങനെ കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ കാലിൽ എന്തോ ഒരു കാര്യം വലിച്ച് അവൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ വീണ്ടും നീന്തി ആ ഒരു ഇരുമ്പ് ഭാഗത്തിന് മുകളിലേക്ക് തന്നെ കയറുന്നുണ്ട്. അങ്ങനെ കയറി നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നുമല്ല, അവളുടെ കാലിൽ ഒരു സ്രാവുണ്ടല്ലോ അത് കടിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അവൾ പെട്ടെന്ന് അവിടെ ഇരുന്ന് അലറി വിളിച്ച് കരയാണ്, കാരണം വേദന സഹിക്കാൻ കഴിയത്തില്ലല്ലോ. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ക്യാപ്റ്റൻ റിച്ചിനെ ഇവര് രക്ഷപ്പെടുത്തിയിട്ടില്ല. അയാളുടെ കാല് വെട്ടാതെ വേറെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ കാല് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതും കഴിയുന്നില്ല. അതുപോലെ ഈ ഒരു റൂമിലേക്കാണെങ്കിൽ വെള്ളവും കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിച്ച് പറയും, ദേ നോക്ക് ബെൻ, നീ എന്റെ കാല് മുറിച്ച് പുറത്തെടുത്താലും അധികമായിട്ട് രക്തം പുറത്തേക്ക് പോയിട്ട് ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടണം. ഈ കണ്ണാടി തകർന്ന ഉള്ളിലേക്ക് വെള്ളം കയറുന്നതിന് മുന്നേ ഈ റൂം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും വെളിയിലേക്ക് പോകുന്നു പറഞ്ഞ് ഇവരെ പറഞ്ഞുകൂടാൻ ശ്രമിക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവരിപ്പോ വെളിയിലേക്ക് പോയിട്ട് ഈ ഒരു ഡോർ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പൈലറ്റ് ഇരിക്കുന്ന ആ ഒരു മുറിയിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ട് ഈ ഒരു മൊത്ത ഫ്ലൈറ്റ് ഉണ്ടല്ലോ, തകർന്ന് പാതി പൊങ്ങി കിടക്കുന്ന, അത് മൊത്തമായിട്ടും വെള്ളത്തിലേക്ക് പോകും. അത് സംഭവിക്കാതിരിക്കാൻ ഈ ഒരു റൂം അടച്ചേ മതിയാവും. അപ്പോഴും ഹീറോ തയ്യാറാവുന്നില്ല. അപ്പോൾ റിച്ച് പറയുന്നുണ്ട്, ദൈവം നോക്ക്, ഞാൻ വയസ്സായി, എന്റെ ജീവിതം ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, ഒരു മകനുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ആലോചിക്കണ്ട, പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സില്ലാ മനസ്സോടെ തന്റെ ക്യാപ്റ്റനെ ഒരു ബൈ പറഞ്ഞു അവൻ ആ ഒരു മുറി അടച്ചിട്ട് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ വെളിയിലേക്ക് വന്ന് നോക്കുന്നതും ഇപ്പോഴാണ് കാണിക്കുന്നത് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പകുതി പേരും മരിച്ചിട്ടുണ്ട്. അതിൽ പകുതി പേരാണെങ്കിലോ രക്ഷപ്പെട്ട് ഈ പൊളിഞ്ഞിടക്കുന്ന ഓരോ ഭാഗങ്ങളിലായിട്ട് പിടിച്ച് അതിന് മുകളിൽ കയറി കിടക്കുന്നു. അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ ഒരു എയർ ഹോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു വശത്ത് ഒരു എയർ ഹോസ്റ്റിന് വയറിൽ നല്ലതുപോലെ മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി അടുത്തേക്ക് ചെല്ലുന്നു. ഇതേ സമയം ആ ഒരു കണ്ണാടിക്കാരനുണ്ടല്ലോ, അവനും അതേപോലെ തന്നെ അവിടെയുള്ള ആ ഒരു എയർ ഹോസ്റ്റും കൂടി ചേർന്ന് താഴെയുള്ള ആ ഒരു ചെറിയ പയ്യനെ രക്ഷപ്പെടുത്തി നേരെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള കണ്ണാടിയിലെ എന്തോ ഒരു ശബ്ദം കേട്ടാവാൻ പെട്ടെന്ന് അത് തുറന്നു നോക്കുന്നത്. ദേ ഇതുപോലൊരു സീൻ ഉണ്ടാകും, പേടിച്ചു പോവും. അപ്പോഴാണ് ഇവർ എവിടെയാണ് പെട്ടുകിടക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു വിമാനത്തിന്റെ വാൽപകുതി ഉണ്ടല്ലോ, അത് മൊത്തമായിട്ടും വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കാണ്. ഇപ്പോഴും ഇതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മളൊരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും തലകീഴായിട്ട് വെള്ളത്തിനടിയിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിനുള്ളിൽ എയർ കയറി നിൽക്കും. അതുപോലെയാണ് ഇപ്പൊ ഈ ഒരു വാൽ ഭാഗത്തിന്റെ അവസ്ഥ. അപ്പൊ അവർ ആ ഒരു രീതിയിൽ പെട്ടുപോയേ. ഇതേ സമയം ആ ഒരു ഭാര്യയും ഭർത്താവിനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ബാത്റൂമിൽ കയറി അവരുടെ ബോധം പോയി കിടക്കുവാണല്ലോ. ഇപ്പൊ ആ ഒരു ഭാര്യ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഭർത്താവിനെ വിളിച്ച് അവനെ എതിർപ്പിച്ചിട്ട്, അതെ നമ്മുടെ കുട്ടികളോടെ എന്താ സംഭവിച്ചതെന്നെല്ലാം ചോദിക്കാണ്. അതുമല്ല ആ ഒരു ബാത്റൂമിന്റെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, ഇല്ല വേണ്ട അത് തുറക്കണ്ടെന്ന് പറയുന്നതും ഇവൻ പെട്ടെന്ന് അത് വലിച്ചു തുറക്കുമ്പോൾ പെട്ടെന്ന് അതിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ട് അവിടെ രണ്ടുപേരുടെയും കാര്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ ചൈനക്കാരിയാണെങ്കിലോ ആ ഒരു വലിയ തകർന്നുപോയ ഭാഗമുണ്ടല്ലോ, അതിന് മുകളിൽ തന്റെ കാമുകൻ എവിടെയാണെന്ന് അറിയാതെ ആകെ പേടിച്ചിട്ട് ബാക്കിയുള്ളവരെയും കാണാതെ അവൾ പേടിച്ച് അതിന് മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കയറുന്നുണ്ട് അതിന് മുകളിലേക്ക്. ഇതേ സമയം നമ്മുടെ ക്യാപ്റ്റൻ റിച്ച്, അയാളാണെങ്കിലോ ഇപ്പോൾ മരിക്കുന്നതിന് മുന്നേ തന്റെ ഫാമിലിയുടെ ഫോട്ടോ അതും എടുത്ത് നോക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് ഒരുപാട് വെള്ളം ഉള്ളിലേക്ക് കയറി ക്യാപ്റ്റൻ റിച്ചും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഈ കാര്യം നമ്മുടെ ഹീറോയെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ആ ഒരു എയർ ഹോസ്റ്റിനോട് പറയുന്നത്, ദേ ഇത് നോക്ക്, ഇനി നമുക്ക് അധികം സമയമില്ല, നമ്മൾ എവിടെയാണെന്നുള്ള ആ ഒരു ലൊക്കേഷൻ, അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിമാനത്തിലൊരു ഡിവൈസ് ഉണ്ട്, അതെടുത്ത് യൂസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇതുപോലെ എമർജൻസിയാണ്, അതുകൊണ്ട് ആളെ വിടണം, ലൊക്കേഷൻ ഇതാണെന്നെല്ലാം അറിയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ ആ ഒരു ഡിവൈസ് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കൂടാതെ ഈ ഒരു ആക്സിഡന്റിലെ ജീവനോടെ ഉള്ളവരുണ്ടല്ലോ, അവരെല്ലാവരെയും കണ്ടുപിടിച്ച് ഒരുമിച്ച് ചേർക്കണം. ഇതേ സമയം മറ്റൊരിടത്ത് ആ ഒരു വെള്ളത്തിന്റെ അടിയിൽ പെട്ടുപോയ 3 പേരുണ്ടല്ലോ, നമ്മുടെ കണ്ണാടിക്കാരൻ, ആ ഒരു ചെറിയ പയ്യൻ, പിന്നെ ഒരു എയർ ഹോസ്റ്റ്, അവർ മാത്രമല്ല ഈ കണ്ണാടിക്കാരനോട് ഒരു സീനിൽ ഹായ് പറഞ്ഞ് പരിചയപ്പെട്ട ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു എയർ ഹോസ്റ്റ് കണ്ണാടിയോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ആ ഒരു മുത്തശ്ശിയെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പറ്റും, അവർക്കൊരു 10-70 കിലോ ഉണ്ടാവും, എനിക്കെങ്ങനെ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശി കണ്ണുറന്നിട്ട് പറയുന്നത്, ഓക്കെ നിങ്ങൾ ആരും എന്നെ സഹായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ പേരക്കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് ഇവർ 4 പേര് ഇപ്പോൾ മുകളിലേക്ക് കയറാണ്. കാരണം വേറെ ഒന്നല്ല, അടിയിൽ നിന്ന് പതിയെ പതിയെ വെള്ളം മുകളിലേക്ക് കയറുന്നുണ്ട്. ഇവിടെ മുകളിലാണെങ്കിലോ നമ്മുടെ ഹീറോ ആ ഒരു എയർ ഹോസ്റ്റ്, ഇപ്പൊ ഇവർക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഡിവൈസാണ്, അതെവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു എയർ ഹോസ്റ്റ് പറയും, ഇല്ല സാർ നിങ്ങൾ ഇറങ്ങണ്ട, ഇതെന്റെ ജോലിയാണ്, എനിക്ക് നല്ലതുപോലെ സ്വിം ചെയ്യാൻ അറിയാം, അതുകൊണ്ട് ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാവുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട്, അല്ല ചേച്ചി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും, ഇല്ല മോളെ ഞാൻ ഈ ഫ്ലൈറ്റിന്റെ മറ്റൊരു ഭാഗം കണ്ടുപിടിക്കാൻ പോവാണ്. ഇല്ല ആൻറ്റി ഞാൻ നല്ലതുപോലെ നീന്തുമെന്ന് പറയുമ്പോൾ, ഇല്ല മോളെ ഞാൻ പോയിട്ട് നിന്റെ അച്ഛനും അമ്മയെയും കണ്ടുപിടിച്ചിട്ട് വരാം, അതുവരെ അങ്കിളിനോടൊപ്പം സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് ഹീറോയോടൊപ്പം ആ ഒരു ചെറിയ പെൺകുട്ടിയെ ഇരുത്തും എന്ന് പറഞ്ഞിട്ട് ആ ഒരു എയർ ഹോസ്റ്റ് നേരെ വെള്ളത്തിലേക്ക് ചാടി അങ്ങനെ നീന്തി പോവാണ്. ഇതേ സമയം വെള്ളത്തിന് അടിയിൽ പെട്ട് കിടക്കുന്ന 4 പേരുണ്ടല്ലോ, അവരിപ്പോൾ ഏറ്റവും മുകളിലേക്ക് വന്നിട്ട് അവിടെ വെളിയിലേക്ക് പോകാനായിട്ട് ചെറിയൊരു ഭാഗമുണ്ട്, അതിന്റെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു എയർ ഹോസ്റ്റ് പറയും, ഇല്ല നീ ഇപ്പൊ അങ്ങനെ ചെയ്യരുത്, ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെളിയിലുള്ള എല്ലാ വെള്ളവും
ഉള്ളിലേക്ക് വന്ന് നമ്മളെല്ലാവരും മരിച്ചു പോവും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അത് അവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മുകളിൽ ആ ഒരു എയർ ഹോസ്റ്റ് നീന്തി പോവാണല്ലോ. അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി അതിങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്നാണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ശരീരം ഒരു സ്രാവ് വന്ന് കടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കാണുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടി ഇത് നമ്മുടെ ഹീറോയോട് പറയുന്നതും അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്രാവ് ഉണ്ടെന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കിയിട്ട് ബെന്നി ബെന്നി എന്ന് പറഞ്ഞ് ആ ഒരു ലേഡി ഉണ്ടല്ലോ എയർ ഹോസ്റ്റ്, അവരുടെ പേര് ഇവർ രണ്ടുപേരും വിളിക്കുകയാണ്. പക്ഷെ ഇവർ എത്ര വിളിച്ചിട്ടും അവളത് കേൾക്കത്തില്ല. അവൾ നീന്തി നീന്തി മുന്നോട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയും ആ ഒരു ചെറിയ പെൺകുട്ടിയും ഈ എമർജൻസി ചെറിയ ബോട്ടൊക്കെ ഉണ്ടല്ലോ ആദ്യം പോയി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കയറി ആ ഒരു എയർ ഹോസ്റ്റിന്റെ അടുത്തേക്ക് തുഴഞ്ഞു തുഴഞ്ഞു പോവാണ്. ഈ ഒരു കാര്യം നേരത്തെ ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തുഴഞ്ഞു തുഴഞ്ഞ് നമ്മുടെ ബെന്നിയുടെ അടുത്തേക്ക് വന്നിട്ട് ബെന്നി നിന്റെ ചുറ്റിന് സ്രാവുകളുണ്ടെന്ന് പറയുന്നതും അപ്പോഴാണ് ബെന്നി ശ്രദ്ധിക്കുന്നത് അവളുടെ ചുറ്റിനും ഒരുപാട് സ്രാവുകൾ ചുറ്റുന്നുണ്ട്. അപ്പോൾ സേഫായിട്ടുള്ള അടുത്തേക്ക് നീന്തി പോകാന്ന് വിചാരിച്ചിട്ട് അവള് മറ്റൊരിടത്തേക്ക് നീന്താനായിട്ട് വരുന്നത് പെട്ടെന്ന് ആ ഒരു സ്രാവ് വന്ന് അവളെ കടിച്ച് വലിച്ചെടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ്. അടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു ബോട്ട് തുഴഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്രാവുകൾ വെറുതെ വിടോ ഇല്ല, അതെല്ലാം കൂടി കൂട്ടമായിട്ട് വന്ന് അവളെ കടിച്ച് അങ്ങനെ വലിച്ച് അവളെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ മരിച്ചു. അതുവല്ല ഒരു സ്രാവ് അടങ്ങിയിരിക്കുമെന്നാണോ? അത് പെട്ടെന്ന് ഇവരുടെ ബോട്ടിലേക്ക് ചാടിക്കയറി ഹീറോയെ കടിക്കാനായിട്ട് വരുന്നത്. ഹീറോ ആ ഒരു തുഴയുണ്ടല്ലോ അതെടുത്ത് ഈ ഒരു സ്രാവിന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് ഇപ്പൊ ആ ഒരു സ്രാവ് അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം വെള്ളത്തിനടിയിലെ പെട്ടുകിടക്കുന്ന 4 പേര് ഈ വിമാനം വെള്ളത്തിൽ വീണിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാര്യം കാണിച്ചിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇതിനിടയിൽ ഈ ഒരു സ്രാവുകളും കൂടി വന്ന് കയറുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ ആവുന്നത്. ഇപ്പൊ അവിടെ ആ ഒരു ചെറിയ പയ്യൻ നല്ലതുപോലെ പേടിച്ചിട്ട് എനിക്ക് എൻ്റെ അച്ഛനമ്മയെ കാണാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് അവൻ പേടിച്ച് കരയുമ്പോഴത്തേക്കും ആ ഒരു കണ്ണടിയിട്ടവന്റെ പേര് ബെക്കി, ആ ഒരു എയർ ഹോസ്റ്റിന്റെ പേര് സോയി. ഇവര് രണ്ടുപേരും ഇല്ല മോനെ പേടിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെയില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കാണ് ഈ ഫ്ലൈറ്റിന്റെ വാൽഭാഗം അങ്ങനെ കുത്തി നിൽക്കുവാണല്ലോ. ഇത് പതിയെ ഒരു വശത്തേക്ക് മറിയാൻ തുടങ്ങും. അപ്പൊ അവൻ പറയും ഇല്ല നമ്മൾ മരിക്കാൻ പോകുന്നത്, നിങ്ങൾ വെറുതെ പറയാനെന്ന് പറയുമ്പോൾ ഇല്ല മോനെ കരയരുത് പ്ലീസ്, നമുക്കൊരു കുഴപ്പം സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല നിങ്ങൾ വെറുതെ പറയില്ലേ, സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ മരിക്കാൻ പോകുന്നു മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ ആ കണ്ണാടിയെ വഴക്ക് പറയാണ്. ഇതേ സമയം നമ്മുടെ ചൈനക്കാരിയാണെങ്കിലോ കുറേ നേരമായിട്ട് ഒരു വെള്ളത്തിന് മുകളിൽ തന്നെയാണ്. അവളെ രക്ഷിക്കാനും ആരുമില്ല, അടുത്തെങ്ങും ആരെയും കാണുന്നതുമില്ല. അതുകൊണ്ട് തന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളിപ്പോൾ വെള്ളത്തിലേക്ക് ചാടിയിട്ട് തകർന്നിറക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്. ഇതേ സമയം രക്ഷപ്പെട്ട കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു US-ൽ നിന്ന് വന്ന സ്പോർട്സ് ടീം, പിന്നെ ഒരു ചൈനീസ് സ്പോർട്സ് ടീം, ഇവരെല്ലാവരും ഒരു തകർന്ന ഭാഗത്ത് നിൽക്കാണ്. അതുമല്ല ഇപ്പൊ ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണെങ്കിൽ പതിയെ പതിയെ വെള്ളം കയറി താഴേക്ക് പോകാൻ പോവാണ്. അങ്ങനെ വരണ്ടാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വെയിറ്റ് എല്ലാം കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ വെയിറ്റ് കുറയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു US-ൽ നിന്ന് വന്ന ഒരുത്തനുണ്ടല്ലോ സൈക്കോ ഒരുത്തൻ, ഭയങ്കര അഹങ്കാരം പിടിച്ച അവൻ പറയും എടാ നിനക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പോയി ചെയ്യും, ഞങ്ങൾ വരത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ പറയും എടാ ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് എങ്ങനെയാ അത് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ അവനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ഇവനെ തെറി പറയും. ഇത് കേട്ട ചൈനക്കാരൻ അവനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇവരുടെ കോച്ച് വന്ന് പെട്ടെന്ന് അവനെ തടഞ്ഞിട്ട് എടാ ഇപ്പൊ അവൻ പറഞ്ഞത് ശരിയാണ്, നമ്മളിപ്പോൾ ഈ ഒരു വെയിറ്റ് എടുത്ത് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വെള്ളത്തിനടിയിലേക്ക് പോകും. ഇതിനകത്ത് വയസ്സായിട്ടുള്ളവര് സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാവരുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാന്ന് പറയട്ടെ. ഈ ഒരു സൈക്കോ നമ്മുടെ ചൈനക്കാരൻ, അവന്റെ പേര് പാർക്ക് എന്നാണ്, ഇവരെല്ലാവരും ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാണ് പതിയെ. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ എന്തോ ഒരു കാര്യം നീന്തുന്നത് പോലെ. അതുപോലെ ഇവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ പൊങ്ങിക്കിടക്കുന്ന ഒരു ശരീരം ഉണ്ടല്ലോ, അത് ഒരു സ്രാവ് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഈ കാര്യം ആ ഒരു കോച്ചിനോട് പറയുന്നതും പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് നമ്മുടെ ചൈനക്കാരി ഉണ്ടല്ലോ അവളെ കാണുമ്പോഴത്തേക്കാണ് അവളുടെ ബോയ് ഫ്രണ്ട് പാർക്കിന് കുറച്ചെങ്കിലും സമാധാനാവുന്നത്. ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച്. ഇതേ സമയം ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നു. എന്താന്ന് വെച്ചാൽ അവരുടെ കോച്ചുണ്ടല്ലോ പാവം അയാളെ ഒരു സ്രാവ് വലിച്ചെടുത്തിട്ട് പോകുന്നതും ഇതാ ഒരു സൈക്കോ പയ്യൻ കണ്ടിട്ട് പെട്ടെന്ന് വന്ന് ഈ കോച്ചിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ആ കോച്ചിനെ സ്രാവ് വലിച്ചെടുത്തോണ്ട് പോയി. ഇത് കാരണം സൈക്കോ പറയും എടാ നീ കാരണമുണ്ട്, നീ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടീമിലെ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയത്, ഇപ്പൊ ഞങ്ങളുടെ കോച്ച് മരിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ചൈനക്കാരനെ എടുത്തിട്ടിരിക്കുന്നു. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഒരു സൈക്കോയെ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി 2 അടി അടിച്ചിട്ട് നിനക്കും എല്ലാവരെ പോലെ ഇവിടുന്ന് രക്ഷപ്പെടണോ, അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ പാർക്കിനെ എങ്ങനെ രക്ഷപ്പെടുത്തും. ഇതേ സമയം വെള്ളത്തിലെ അടിയിൽ പെട്ട് കിടക്കുന്ന 4 പേരുണ്ടല്ലോ, അതിൽ ആ ഒരു ചെറിയ പയ്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ ഒരു മുത്തശ്ശി സാധാരണ രീതിയിൽ അവനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബെക്കി എന്ന് പറഞ്ഞ അവൻ പറയും ദേ നമ്മൾ അധികം നേരം ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല, കാരണം ഓക്സിജന്റെ അളവ് പതിയെ പതിയെ കുറയും, അതുപോലെ അടിയിൽ നിന്ന് വെള്ളവും മുകളിലേക്ക് കയറുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആരെങ്കിലും ഒരാൾ അടിയിലേക്ക് പോയിട്ട് ഈ ഒരു വെള്ളത്തിന്റെ അടിയിലൂടെ മുകളിലേക്ക് ചെന്ന് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്ന് പറയുമ്പോൾ സോയി പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാന്ന് പറയുമ്പോൾ ബെക്കി പറയും ഇല്ല വേണ്ട ഞാനത് ചെയ്യാം,
എന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ സോയി പറയുന്നുണ്ട്, ബെക്കി പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും, എന്തായാലും നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവനിപ്പോൾ ഈ തകർന്ന ഭാഗത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് വെള്ളത്തിനടിയിലൂടെ നേരെ മുകളിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവന്റെ ഷർട്ട് അവിടെയുള്ള ഒരു കമ്പിയിലങ്ങ് കൊടുങ്ങും. എന്നിട്ട് അതും വലിച്ചിളക്കി കളഞ്ഞ് ഞാൻ വിചാരിച്ച ഈ ഒരു സമയത്ത് ഒരു സ്രാവ് വന്ന് അവനെ പിടിക്കുമെന്ന്, പക്ഷേ ഇല്ല. എന്നിട്ട് അവൻ അങ്ങനെ മുകളിലേക്ക് നീന്തി വരികയാണ്. നീന്തി വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് അവിടെ മരിച്ചിടപ്പുണ്ട്. ഇപ്പൊ ജീവനോടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ സഹായത്തിനായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അങ്ങനെ മുകളിലേക്ക് വന്നിട്ട്, ഹലോ ആരെങ്കിലും ഉണ്ടോ, ഞങ്ങൾ കുറച്ചുപേര് താഴെ പെട്ടുപോയിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് ഒരു കൈ വന്നിരിക്കുന്നു. അത് വേറെ ആരുമല്ല, താഴെയുള്ള ഒരു ചെറിയ പയ്യന്റെ അച്ഛനാണ്. എന്നിട്ട് അവൻ പറയും, എന്റെ മകളെന്ന് പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സ്രാവ് വന്ന് ആ പയ്യന്റെ അച്ഛനുണ്ടല്ലോ അവന്റെ കയ്യിലേക്ക് കടിച്ച് അവനെ വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കടിച്ചു കുടഞ്ഞ് അവനെ കൊല്ലുകയാണ്. അവിടെ മുഴുവനായിട്ട് രക്തമായി പോയി. ഇത് കണ്ട ബെക്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ പതിയെ പിറയിലേക്ക് നീന്തിയിട്ട് ആരെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ പിറകിലേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയും ബാക്കിയുള്ളവരെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ എല്ലാവരോടും പറയുന്നത്, ഓക്കെ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം എപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാവരും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കണം. ഈ ഫ്ലൈറ്റിൽ ലൈഫ് ബോട്ടുകളുണ്ട്, അതിലെത്ര പേർക്ക് കയറാൻ കഴിയുമോ അത്രയും വരി കയറണം. ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തവർക്ക് സീറ്റിനടിയിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു ഡിവൈസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം, എന്നാലേ നമുക്ക് ആളുകൾക്ക് സിഗ്നൽ കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോയിട്ട് ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഹീറോ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ അച്ഛനെയും അമ്മയും കാണാത്തതുകൊണ്ട് അവള് പതിയെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്ന അവര് രണ്ടുപേരും അന്വേഷിച്ചിട്ട് ഈ കാര്യം നമ്മുടെ ഹീറോ കാണത്തില്ല. ഹീറോ ആണെങ്കിലോ ആ ഒരു ഡിവൈസ് അന്വേഷിച്ച് അവസാനം ആ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി വെള്ളത്തിലേക്ക് പോയ കാര്യം കാണുന്നത്. അപ്പോൾ ഹീറോ ഓടി വന്ന ആ ഒരു ഡിവൈസ് ഡാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ കയ്യിൽ കൊടുത്തിട്ട്, ദേ ഒരു കാരണവശാലും ഇത് കളയരുതെന്ന് പറഞ്ഞ് ഡാനിന്റെ കയ്യിൽ ആ ഒരു ഡിവൈസും കൊടുത്ത് നല്ല ആളുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. ഇനി എന്താവോ എന്തോ. എന്നിട്ട് ഹീറോ പെട്ടെന്ന് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ പിറകെ വന്ന് അവളെ പൊക്കിയെടുക്കുന്നത് ജസ്റ്റ് മിസ് ആ ഒരു സ്രാവ് അവളെ കടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ തകർന്ന ഭാഗം ഉണ്ടല്ലോ അതൊരു കല്ലിന് മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അത് പതിയെ താഴേക്ക് മുങ്ങാൻ തുടങ്ങുന്നതും ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് മുകളിലേക്ക് വരുന്ന നല്ല സ്പീഡിന്. അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാവരെയും അഴിച്ച് തെറിപ്പിക്കുകയാണ്. കുറച്ചുപേരെ രക്ഷപ്പെട്ട ആ ഒരു ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സൈക്കോ പയ്യൻ, ചൈനക്കാരൻ, ഡാൻ ഇവരെല്ലാവരും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും ഈ ഡാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ കയ്യിലാണുള്ള ഒരു ഡിവൈസ് ഇരിക്കുന്നത്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിലേക്ക് പിടിച്ചു കയറും. അപ്പൊ അവനെ വലിച്ചു കയറ്റുന്ന ഒരുത്തനെ വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവൻ ചാടി ആ ഒരു ബോട്ടിലേക്ക് കയറുന്നു. അതുപോലെ അവന്റെ കയ്യിലുള്ള ഡിവൈസും അവ കളയുകയും കൂടി ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ചൈനക്കാരനെ കാണിക്കുമ്പോൾ പാർക്ക് അവനിപ്പോ വെള്ളത്തിൽ പോയി കിടക്കാണ്. അതുമല്ല ആ ഒരു സൈക്കോ പയ്യനുണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ അവൻ ഇത്രയോ ഉപദ്രവിച്ചിട്ടും അവനെ രക്ഷപ്പെടുത്താതെ വെറുതെ പോവാമായിരുന്നു. പക്ഷേ പാർക്കിന് നല്ല മനസ്സാണ്. അവൻ നേരെ വന്നിട്ട് ആ ഒരു സൈക്കോ പയ്യനെ വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരോട് ഹേയ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ചൈനക്കാരൻ എല്ലാവരെയും വിളിക്കാണ്. ഇതേ സമയം ബോട്ടിലെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി നമ്മുടെ ഹീറോ നേരെ ബോട്ടിലേക്ക് കയറിയിട്ട് ഇപ്പൊ ആ ഒരു ഡാനോട് ചോദിക്കും, എന്തിയെ ആ ഒരു ഡിവൈസ് എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയോ, നിസ്സാരമായിട്ട് അയ്യോ സോറി ഞാനത് കളഞ്ഞു പോയെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും? കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയും, എടാ നിനക്ക് എത്ര വിവരമുണ്ട്, അതാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. ആ ഡിവൈസ് ഉണ്ടെങ്കിലേ നമുക്ക് സഹായത്തിനായിട്ട് ആളെ വിളിക്കാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് കളഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് പറയാണ്, തിരിച്ച് നമ്മുടെ ഹീറോയെ വഴക്ക് പറയുന്നു, നീയാണ് ഈ ഒരു വിമാനത്തിന്റെ ക്യാപ്റ്റൻ, അതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഹീറോയെ വഴക്ക് പറയുന്നു. എങ്ങനെയുണ്ട് സത്യം പറയാലോ, ഇവൻ ഏതെങ്കിലും സ്രാവ് കടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ചൈനക്കാരൻ ഇവരെ വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ചെറിയ പെൺകുട്ടി ദേ അവർ രണ്ടുപേരും അവിടെ എന്നത് പറയുന്നതും നമ്മുടെ ഹീറോ പറയും, ശരി നമുക്ക് ബോട്ട് അങ്ങോട്ട് തിരിക്കാന്ന് പറയുമ്പോൾ ഈ ഡാൻ പറയും, എന്തിനി അവന്മാർ വേണമെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ബോട്ട് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് കയറും, നമ്മൾ വെറുതെ ബോട്ട് അങ്ങോട്ട് തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഹേയ് നോക്ക് അവരെ കൊണ്ട് നീന്തി പോകാൻ കഴിയത്തില്ല, അവരുടെ ചുറ്റിന് സ്രാവുകളുണ്ടെന്ന് പറയുമ്പോൾ സ്രാവ് ഉണ്ടെങ്കിൽ കടിക്കട്ടെ, അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ആൾറെഡി നീയാണ് ഈ ഒരു വിമാനത്തിന്റെ ക്യാപ്റ്റൻ, നീ ചെയ്തൊരു തെറ്റ് കാരണമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വെള്ളത്തിലേക്ക് വീണത്. ഈ അവസ്ഥ തന്നെ സംഭവിച്ചത്. ഓ ഇനിയിപ്പോൾ ബാക്കിയുള്ളവരുടെ ജീവൻ കൂടി വെച്ചിട്ട് ആ രണ്ടുപേരെ രക്ഷിക്കണമെന്നാണോ? ഒരിക്കലും കഴിയത്തില്ല എന്നല്ല അവൻ അഹങ്കാരത്തോടെ പറയുമ്പോൾ വേണ്ട ഈ വടുവാൻ കാരണമാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. അവൻ്റെ ആ ഒരു പാട്ട ഡിവൈസും അതെല്ലാം കൂടി കുത്തി കയറ്റി വെച്ചിട്ട് ഇത്രയും കാര്യം സംഭവിച്ചതും പോരാഞ്ഞിട്ട് ഇവന്റെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് ഞങ്ങളുടെ ജീവനൊന്നും കളയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഒരു ഒറ്റയടി ഹീറോ അടി കൊണ്ടിട്ടും അവന്റെ നേർക്ക് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് അവൻ പറയുന്നത്, നീ ഒരു വിമാനത്തിന്റെ ക്യാപ്റ്റൻ, ഒരു വിമാനം പോലും നേരെ ചൊവ്വേ ഓടിക്കാൻ അറിയത്തില്ല, നീയാണോ ഈ ഒരു ചെറിയ ബോട്ടും കൊണ്ട് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇത് കേട്ട ഹീറോ ഒരു ഒറ്റയിടി അവനെ തിരിച്ച് എന്നിട്ട് പറയും, എന്ത് സംഭവിച്ചാലും അവരെ രണ്ടുപേരെയും ഞങ്ങൾ രക്ഷിക്കും,
അവരെ രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് തന്നെയാണ് പോകുന്നത്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാ, ഇല്ലാന്നുണ്ടെങ്കിൽ ബോട്ട് വിട്ട് ഇപ്പോൾ വെളിയിൽ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് ആ ഒരു ബോട്ടും തുഴഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവാണ്. നല്ല കാര്യം, 2 ഇടിയുടെ കുറവുണ്ടായിരുന്നു അവന്. ഇപ്പൊ ഡാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് അടുത്ത ബോട്ടിലേക്ക് ചാടാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവനെ പിടിച്ച് ഈ ബോട്ടിലേക്ക് ഇട്ടിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വന്നാൽ മതി, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച് തന്നെ മരിക്കാന്ന് പറഞ്ഞ് അവനെ പിടിച്ച് ആ ഒരു ബോട്ടിലിട്ട് ഇപ്പോൾ നമ്മുടെ ചൈനക്കാരൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവരുടെ ചുറ്റും ഇപ്പോൾ ആ സ്രാവുണ്ടല്ലോ അത് ചുറ്റാൻ തുടങ്ങുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഇവർ അനങ്ങി കഴിഞ്ഞാൽ എന്തായാലും കടിക്കും. എന്തായാലും അവരെ കടിക്കുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാവരും ബോട്ടിൽ അവിടേക്ക് വന്നിട്ട് ആദ്യം നമ്മുടെ സൈക്കോ പയ്യനെ എങ്ങനെയും രക്ഷപ്പെടുത്തും. അവനെ വലിച്ച് ബോട്ടിലേക്ക് കയറ്റുന്നതും ഇപ്പോൾ കൂടെ തന്നെ ചൈനക്കാരുണ്ടല്ലോ അവനെ വലിച്ചെടുക്കുന്നതും പെട്ടെന്നൊരു സ്രാവ് ജസ്റ്റ് മിസ്സിന് കടിക്കാനായിട്ട് വരികയാണ്. പക്ഷേ രക്ഷപ്പെടുത്തി ബോട്ടിലേക്ക് കയറ്റുമ്പോൾ ഇപ്പോഴാണ് ആ ഒരു സൈക്കോ പയ്യനുണ്ടല്ലോ അവൻ നമ്മുടെ ചൈനക്കാരനോട് താങ്ക്സ് പറയുന്നത്. കാരണം അവൻ്റെ ജീവൻ രക്ഷിച്ചത് ഇവനാണ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയും മുകളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെള്ളത്തിനടിയിൽ കിടക്കുന്ന നമ്മുടെ ആ ഒരു മുത്തശ്ശി, എയർ ഹോസ്റ്റ്, ചെറിയ പയ്യൻ, ഇവർ 3 പേരും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ബെക്കിയാണെങ്കിലോ അവൻ മുകളിലും. ഇപ്പോൾ വെള്ളവും പതിയെ പതിയെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോഴേക്കാണ് സോയി പറയുന്നത്, ദേ ഇത് നോക്ക്, നമുക്കിനി അധികം സമയമില്ല, വെള്ളം മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ബെക്കി എങ്ങനെയാണ് വെളിയിലേക്ക് പോയത് അതുപോലെ തന്നെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ 3 പേരും ഇപ്പോൾ വെളിയിലേക്ക് പോകാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ഈ വിമാനത്തിൻ്റെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിലെ ആ ഒരു എയർ ഉണ്ടല്ലോ അത് റിലീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വാ നമുക്ക് താഴേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ആ വയസ്സായിട്ടുള്ള മുത്തശ്ശി ഉണ്ടല്ലോ അവർ പറയും, ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല, ആദ്യം ഒരു ചെറിയ പയ്യനെ നീ രക്ഷപ്പെടുത്ത്, അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയുമ്പോൾ സോയ്ക്കിപ്പോൾ വേറെ വഴിയില്ലാതെ ആ ഒരു ചെറിയ പയ്യനെയും കൊണ്ട് താഴേക്ക് പോയിട്ട് അങ്ങനെ വിമാനത്തിൻ്റെ അടിയിലേക്ക് പോവാണ്. കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ആ ഒരു പയ്യനാണെങ്കിലോ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ സോയി ഒരു വിധത്തിൽ അവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലൈഫ് ജാക്കറ്റ് അത് ഓപ്പൺ ചെയ്ത് വിടുന്നതും ഇവനെയും കൊണ്ട് നേരെ മുകളിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ കാര്യമുണ്ടല്ലോ, പാവം അവർക്കറിയാം അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇനി എന്തായാലും ആരും അടിയിലേക്ക് വരത്തില്ലാന്ന്. അതുകൊണ്ട് വെള്ളവും നല്ലതുപോലെ കയറി അവരും അവിടെ ഇരുന്ന് കരയാണ്. സത്യം പറഞ്ഞാൽ അവർ കരയുന്നത് മരിക്കുന്നതുകൊണ്ടൊന്നല്ല, തൻ്റെ കൊച്ചുമാളെ അവസാനമായിട്ടൊന്നും കാണാൻ കഴിയത്തില്ല എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് അവർ കരയുന്നത്. അപ്പോൾ സോയിയും ആ ഒരു ചെറിയ പയ്യനും മുകളിലേക്ക് വന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു ലൈഫ് ബോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ പോയി കിടക്കുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സോയി അവിടേക്ക് നീന്തി വന്ന് അതിപ്പോൾ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയും ബാക്കിയുള്ളവരുള്ള സ്ഥലത്ത് ഇവരെല്ലാവരും ആ ഒരു ബോട്ടിൽ നിൽക്കുമ്പോഴത്തേക്കാണ് മുകളിലൂടെ ഒരു വിമാനം അങ്ങനെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കി ഇന്നെ അലറി വിളിക്കും. ഇപ്പൊ ആ ഒരു വിമാനത്തിലുള്ളവർ ഇവരെ കണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല. ഇപ്പൊ താഴെയുള്ള ലേഡി ഹീറോയോട് ചോദിക്കും, അവർ നമ്മളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അറിയില്ല, കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം, കാരണം അവർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ സോയിനെയും ആ ഒരു ചെറിയ പയ്യനെ കാണിക്കുമ്പോൾ സോയി ഒരു വിധത്തിലെ ആ ഒരു ബോട്ടിന്റെ റോപ്പ് ഉണ്ടല്ലോ അത് പിടിച്ച് വലിച്ച ആ ഒരു ബോട്ട് എങ്ങനെയെങ്കിലും റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി ആ ഒരു ചെറിയ പയ്യൻ ആദ്യം കയറും. അവൻ എങ്ങനെയും കയറിയിട്ട് ഇപ്പോൾ സോയി കയറാനായിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു സ്രാവ് വന്ന് അവളെ കടിച്ചെടുത്ത് വെള്ളത്തിലൂടെ കുറച്ച് ദൂരേക്ക് കൊണ്ടിടും. അത് കഴിഞ്ഞ് സോയി വീണ്ടും നീന്തി നീന്തി വരികയാണ്. അപ്പോൾ അടുത്തൊരു സ്രാവ് വന്ന് വീണ്ടും അവളുടെ കാലിലേക്ക് കടിക്കുമ്പോൾ എന്തോ ഒരു വിധത്തിൽ നമ്മുടെ സോയി ആ ഒരു ബോട്ടിലേക്ക് കയറി. പക്ഷെ അവളുടെ കാലിൽ നല്ല മുറിവുണ്ട്, രക്തം ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ ചുറ്റിനും നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. അവന്റെ കണ്ണെത്തുന്ന ദൂരത്തും ഒരാളെ പോലും കാണുന്നില്ല. ഇപ്പൊ ആ ഒരു ചെറിയ പയ്യനാണെങ്കിലോ അടങ്ങിയിരിക്കാതെ പെട്ടെന്ന് ബോട്ടിന് വെളിയിലേക്ക് തല എത്തിയിട്ട് ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ആ സമയത്ത് പെട്ടെന്നൊരു സ്രാവ് വന്ന് ഈ ഒരു ബോട്ടിലേക്ക് ഒരു ഒറ്റയിടി ഇവൻ തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അവൻ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു കാര്യം താഴെ നിന്ന് വരുന്നുണ്ട്. സ്രാവായിരിക്കാം, അറിയത്തില്ല. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് രാത്രിയാവുന്നു. ഇപ്പൊ ആ ഒരു മുത്തശ്ശിയെ കാണിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതുമല്ല, ആരും തന്നെ രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്റെ കൊച്ചുമോളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു ഫോണിൽ ഫോട്ടോ ഉണ്ടല്ലോ അതിൽ നോക്കിയിട്ട് അവസാനമായിട്ട് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇതേ സമയമാണ് മുകളിലെ ഇപ്പൊ കാണുന്ന നമുക്ക് കുറച്ച് സമാധാനമാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ പ്ലെയിൻ ക്രാഷ് ആയ ഒരു കാര്യം അറിഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമല്ല അവർ വരുമ്പോഴത്തേക്കും അവിടെ മീൻ പിടിക്കുന്ന വലിയൊരു ബോട്ടുണ്ട്. ആ ബോട്ടിലുള്ളവർക്കും ഇവര് മെസ്സേജ് അയക്കും, ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് കിടപ്പുണ്ട്, പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെന്നിട്ട് അവരെല്ലാവരും സഹായിക്കണമെന്ന്. അതുകൊണ്ട് അത് കേട്ട ആ ഒരു ബോട്ടുകാരുണ്ടല്ലോ അവരും അവിടേക്ക് പോകുന്നു. ഈ ഒരു ഹെലികോപ്റ്ററിൽ വരുന്നല്ലോ അവരും ആ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം രക്ഷപ്പെട്ട് കിടക്കുന്ന ആ ഒരു ബോട്ടിൽ കാണിക്കുമ്പോൾ ആ ഒരു സൈക്കോ പയ്യനുണ്ടല്ലോ അവനെ എന്തായാലും നമുക്ക് റോബ് എന്ന് വിളിക്കാം. അപ്പോൾ റോബ് നമ്മുടെ ചൈനക്കാരൻ പാർക്കുണ്ടല്ലോ അവനോട് പറയും, എടാ നീ എൻ്റെ ജീവൻ രക്ഷിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നീ നിന്റെ ഗേൾഫ്രണ്ടിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവൾക്കും അതേ ഇഷ്ടം നിന്നോട് തിരിച്ചുണ്ട്. അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്തായാലും ഇപ്പൊ തന്നെ തുറന്നു പറയാൻ പറയുമ്പോൾ പാർക്ക് പറയും, ഇല്ല അതിന് സമയമായിട്ടില്ല, അത് ഞങ്ങളുടെ ടീമിന്റെ റൂൾസ് തകർക്കുന്നത് പോലെയാവും എന്ന് പറയുമ്പോൾ എന്ത് റൂൾസ്?
വേറൊന്നുമില്ല, ഞങ്ങളുടെ ടീമിനുള്ളിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, എടാ അതൊക്കെ എന്ത് റൂളാണ്, അതൊക്കെ എടുത്ത് കളയി, എന്നിട്ട് നിന്റെ ഇഷ്ടം എന്താണെന്ന് പറയും, ഇത് നിന്റെ ജീവിതമാണ്, അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് ഇഷ്ടം പറയാണ്. ഇതേ സമയം ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ അവളുടെ അച്ഛനില്ല, അമ്മയില്ല, സഹോദരനില്ല, അവൾ മാത്രം ഒറ്റയ്ക്ക്. പക്ഷെ ഇപ്പോൾ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം തൻ്റെ സഹോദരനോട് അവൾ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നില്ല, അവനെ നല്ലതുപോലെ നോക്കിയിരുന്നില്ല. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ സഹോദരനെ കിട്ടിയാലേ ഞാൻ അവനെ നല്ലതുപോലെ നോക്കുമെന്നല്ല. അവളുടെ ആ ഒരു വിഷമം അവൾ പറയുന്നുണ്ട്. അപ്പം ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ ഹീറോ സമാധാനിപ്പിക്കുന്നതും കറക്റ്റ് സമയത്ത് ആ ഒരു ഹെലികോപ്റ്ററും ടീമും ഉണ്ടല്ലോ, അവരെന്തായാലും അവിടേക്ക് വന്നു, സമാധാനമായി. പക്ഷെ ഇവർ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്താന്ന് വെച്ചാൽ, സ്വിമ്മിങ് സൂട്ടെല്ലാം ഇട്ടിട്ട് ഒരു ലേഡിയെ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. പക്ഷെ താഴെയാണെങ്കിൽ സ്രാവ് ഉണ്ടല്ലോ, ആ കാര്യം അവർക്ക് അറിയത്തില്ല. ഇത് കണ്ട് നമ്മുടെ ഹീറോയും ടീമും വേണ്ട ഇറക്കരുത് എന്നെല്ലാം അവരോട് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവരെ പതിയെ വെള്ളത്തിലേക്ക് ഇറക്കുന്നതും ഇറക്കിയ ഉടനെ തന്നെ അവർ അലറി വിളിക്കാൻ തുടങ്ങാണ്. എന്താണെന്നറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ മൊത്തം രക്തമായി. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാതെ അവരെ പൊക്കിയെടുക്കുമ്പോൾ അവരുടെ ഒരു കൈയുമില്ല കാലുമില്ല. അപ്പൊ ഇത് കണ്ട ആ ഒരു ബോട്ടിലുള്ള എല്ലാവരും പേടിക്കുന്നതും പെട്ടെന്ന് ആ ഒരു സ്രാവ് ഈ ഒരു ലേഡിയെ കടിച്ചെടുത്ത് അങ്ങനെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഇവരെ വലിച്ചെടുക്കുന്ന ആ ഒരു ഫോഴ്സിൽ ഈ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം വിടും. എന്നിട്ട് അതാണെങ്കിലും അങ്ങനെ ചുറ്റിയിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഒന്ന് ഇടിച്ച് ആ ഒരു ഹെലികോപ്റ്റർ വെള്ളത്തിലേക്ക് മുങ്ങി വീഴുന്നതും ഇപ്പോൾ അടുത്തുള്ള ബോട്ടിലുള്ള എല്ലാവരും പേടിച്ച് വെള്ളത്തിലേക്ക് ചാടും. കറക്റ്റ് സമയത്ത് അവിടെയുള്ള സ്രാവുകൾ ഓരോരുത്തരെയായിട്ട് കടിച്ചെടുത്തോണ്ട് പോവാണ്. ഇപ്പോഴാണ് കാണിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ആ ഒരു വലിയ ഫിഷിംഗ് ബോട്ട് ഉണ്ടല്ലോ, അത് വരുന്നത് നമ്മുടെ ഹീറോ അതിന്റെ സൈറൻ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ അതെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഇവരെ എന്തായാലും ആ ഒരു ബോട്ടുകാർ കണ്ടുപിടിച്ചു. പക്ഷേ അവരെന്തോ ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല, അവരവിടെ തന്നെ നിൽക്കാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ല എന്താ അവർ അടുത്തേക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, കാരണം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് പവിഴ പുറ്റുകളും വലിയ പാറകളും ഉണ്ട്, അതിലേക്ക് തട്ടി അവരുടെ ബോട്ട് കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ഇവിടേക്ക് വരത്തില്ല, നമ്മൾ വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതുപോലെ ഇപ്പോൾ ഇവർക്ക് തുഴഞ്ഞു പോകാനായിട്ട് ആ ഒരു തുഴയുമില്ല. അപ്പൊ അടുത്ത ബോട്ടിലുള്ള അവരുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് ഒരു കാര്യം ഹീറോ ശ്രദ്ധിക്കുന്നത്. ആ ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവളെ കാണാനില്ല. അവളെ കാണാതാവുന്നതും അയ്യോ അവൾക്ക് എന്ത് സംഭവിച്ചെന്നും പറഞ്ഞ് ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അവർ തകർന്നു നിൽക്കുന്ന വിമാനത്തിന്റെ മുകളിൽ ആ ചെറിയ പെൺകുട്ടി കയറി നിൽക്കുന്നു. ഇത് കണ്ട ഡാൻ പറയും, ഒരു കാരണവശാലും അവിടേക്ക് പോകാൻ പാടില്ല, കാരണം അവിടെയെല്ലാം നല്ല മൂർച്ചയുള്ള പാറകളൊക്കെ ഉണ്ട്, അതിൽ ഈ ഒരു ബോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല നിങ്ങൾ ആരും വരണ്ട, ഞാൻ പോയിക്കോളാം, കാരണം ഇനി അടുത്തുള്ള 15 സെക്കൻഡിനുള്ളിൽ ആ വിമാനത്തിന്റെ ഭാഗം മുഴുവനായിട്ടും വെള്ളത്തിനടിയിലേക്ക് പോകും, അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചേ മതിയാവും. അതുകൊണ്ട് ഹീറോ തന്റെ ജീവൻ പണയം വെച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ബോട്ടിൽ നിന്ന് ചാടി നല്ല സ്പീഡിന് നീന്തി ആ ഒരു പെൺകുട്ടിയുള്ള ഭാഗത്തേക്ക് ചെല്ലാണ്. എന്നിട്ടാണ് ആ ഒരു പെൺകുട്ടിയോട് പറയുന്നത്, മോളെ വാ നമുക്ക് പോകാന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ എവിടേക്കും വരുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും വരാതെ ഞാൻ എവിടേക്കും വരത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ ഇവിടെ നിൽക്കുന്നത് റിസ്ക് ആണ്, നിന്റെ അച്ഛനെ ആദ്യം കാണുമ്പോഴത്തേക്കും നിന്റെ അച്ഛൻ എന്നോട് എന്താ പറഞ്ഞത്, നിന്നെ നല്ല ധൈര്യമുള്ളൊരു പെൺകുട്ടിയായിട്ട് കാണണമെന്നല്ലേ, അതുകൊണ്ട് നീ എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞ് അവൾക്കൊരു ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊടുത്ത് അങ്കിളിനെ നല്ലപോലെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയെ പുറകിൽ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചാടി നീന്താണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്രാവുകൾ ഇപ്പോഴും നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരാത്തത് എന്താണെന്ന്. കാരണം മറ്റൊരു ബോട്ടിലുള്ള ഒരുപാട് പേര് വെള്ളത്തിലേക്ക് വീണിട്ട് അവരെ എല്ലാവരെയും ഈ ഒരു സ്രാവുകൾ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടിയ കാര്യം അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, അവരെല്ലാവരെയും കടിച്ചെടുത്തോണ്ട് പോയിട്ട് ഈ സ്രാവുകൾ അങ്ങനെ പതിയെ തിരിഞ്ഞ് നമ്മുടെ ഹീറോയും ആ ഒരു ചെറിയ പെൺകുട്ടിയും ഇവര് രണ്ടുപേരും അറ്റാക്ക് ചെയ്യാനായിട്ട് പുറകെ വരികയാണ്. അതേസമയം ആ ഒരു ഫിഷിംഗ് ബോട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഈ കാര്യം കാണുന്നുണ്ട്. അവരുടെ ബൈനോക്കുലർ വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ പിറകെ ആ ഒരു സ്രാവുകൾ വരുന്നത്. ഇപ്പൊ അവര് രണ്ടുപേരും എങ്ങനെയും രക്ഷിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഈ ബോട്ടിലുള്ള ഒരു ചൈനക്കാരാണ്, അവരിപ്പോൾ ഒരു ഐഡിയ പറയുന്നുണ്ട്. അതും ആ ഒരു ക്യാപ്റ്റൻ എന്താന്ന് വെച്ചാല് ഇവരുടെ ബോട്ടിൽ ഇവർ പിടിച്ചു വെച്ചേക്കുന്ന ആ ഒരു മീനുകളുണ്ടല്ലോ അതിനെയെല്ലാം കൂട്ടത്തോടെ കടലിലേക്ക് എറിയാനായിട്ട്. അപ്പൊ ഈ ഒരു മീനുകളെ കാണുമ്പോൾ സ്രാവുകളെല്ലാം ഇവിടേക്ക് വരും. ആ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയ്ക്കും ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് രക്ഷപ്പെട്ട് പോകാനും കഴിയും. അതുകൊണ്ട് അവർ ആ ഒരു മീനിനെ എല്ലാം വെള്ളത്തിലേക്ക് ഇങ്ങനെ തള്ളി വിടുന്നതും ഈ മീനെല്ലാം വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കറക്റ്റ് നമ്മുടെ ഹീറോയുടെ ചുറ്റിനും ഈ സ്രാവുകൾ വരുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ കാലിലേക്ക് കടിച്ചിട്ട് അവനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നതും മറ്റൊരു സ്രാവ് അങ്ങനെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കടിക്കാൻ വരുമ്പോൾ കറക്റ്റ് സമയത്ത് ഹീറോ മുകളിലേക്ക് വന്നിട്ട് ആ ഫ്ലെയർ കണ്ടുവെച്ച് അതിന്റെ വായിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അത് ചത്തുപോയി. പക്ഷെ അടുത്ത സ്രാവാണെങ്കിലോ വീണ്ടും ഹീറോയെ കടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് വെച്ചിട്ട് ആ ഒരു ഫ്ലെയർ ഗണ്ണ് വെച്ചിട്ട് അതിന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അതില് ഫ്ലെയർ ഇല്ല. ഇപ്പോൾ ഹീറോയുടെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെയും ജോലി കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ വെള്ളത്തിൽ തട്ടിയ ആ ഒരു മീനുകളുടെ സ്മെല്ല് അത് പിടിച്ച ഒരു സ്രാവുകളെല്ലാം അവിടേക്ക് പോവാണ്. അങ്ങനെ ഹീറോയും ആ ഒരു ചെറിയ പെൺകുട്ടിയെ നീന്തി ഇവരുടെ ആ ഒരു ബോട്ടിനടുത്തേക്ക് വരും. ഇതേ സമയം ഡാൻ എന്ന് പറഞ്ഞ് അവനെ കാണിക്കുമ്പോൾ ഇത്രയും പ്രശ്നം നടന്നിട്ടും ഈ വെള്ളത്തിൽ പോയി കിടക്കുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ട്. അത് കണ്ടു അവൻ എടുക്കാനായിട്ട് ഇങ്ങനെ വരുന്നു.
ഇവൻ കയ്യെത്തുമ്പോഴത്തേക്ക് ഇവന്റെ കയ്യിലൊരു സ്രാവ് കടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാലും നടക്കത്തില്ല. അവൻ ആ ഒരു സിഗരറ്റ് പാക്കറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ ഒരു ബോട്ടിൽ തലകീഴായിട്ട് കിടന്ന് ഇവൻ ആ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ പെട്ടെന്നൊരു സ്രാവ് വന്ന് ഈ ബോട്ടിലേക്ക് ഒരു ഒറ്റയിടി. ഇവനാണെങ്കിൽ തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീഴും. പിന്നെന്താണ്, ആഗ്രഹിച്ചതുപോലെ ആ സൈക്കോയ്ക്ക് കറക്റ്റ് പണി കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്രാവുകളെല്ലാം കൂടി കൂട്ടമായിട്ട് വന്ന് അവനെ കടിച്ച് അവിടെ വെച്ച് എന്നെ കൊല്ലുന്നു. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും രക്ഷപ്പെട്ട് ആ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ആ ഒരു ചൈനക്കാരനാണെങ്കിൽ തൻ്റെ കാമുകിയോട് ആ ഒരു ഇഷ്ടം പറയുന്നുണ്ട്. നമ്മുടെ ചെറിയ പെൺകുട്ടിയാണെങ്കിലോ അവൾക്ക് തൻ്റെ ഫാമിലിയെ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ അവൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതും. ഇപ്പോൾ ഇവർ കരയിലേക്ക് എത്താനായിട്ട് വരുമ്പോഴത്തേക്കാണ് എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ചെറിയ പെൺകുട്ടി അവള് ഹീറോയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ഫോൺ വാങ്ങിയിട്ട് അങ്കിൾ ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞ് ഒരു ട്രാക്കിംഗ് ആപ്പ് എടുത്തിട്ട് അവളുടെ സഹോദരൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾ അന്വേഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയും അച്ഛനും ആ ഒരു സഹോദരൻ എവിടെയെങ്കിലും ഓടിപ്പോയി കഴിഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ട്രാക്കിംഗ് ഡിവൈസ് അവൻ്റെ ദേഹത്ത് കെട്ടിയിട്ടുണ്ടല്ലോ. അത് യൂസ് ചെയ്യുന്ന ആ ഒരു ആപ്പാണ് അവളിപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതും അങ്കിൾ ഇവിടെ എൻ്റെ സഹോദരൻ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇവരിപ്പോൾ ആ ഒരു ബോട്ട് അവിടേക്ക് തിരിക്കുന്നു. അങ്ങനെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും സമാധാനത്തിന് ആ ഒരു ചെറിയ പയ്യനും അതേപോലെ തന്നെ സോയി എന്ന് പറഞ്ഞ ആ ഒരു എയർ ഹോസ്റ്റ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ജീവനോടെ തന്നെയുണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ആ ഒരു ബോട്ടിലേക്ക് കയറ്റുമ്പോൾ സോയി പറയുന്നുണ്ട് ബെക്കി ബെക്കി എന്ന് പറയുമ്പോഴത്തേക്കും ബെക്കി എന്തായാലും ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇല്ല സോയി അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ സോയിനെയും എല്ലാവരെയും ഈ ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ തിരിച്ച് കരയിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അവൻ്റെ ഭാര്യയെ വിളിക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ഭാര്യ ചോദിക്കുന്നത് അല്ല നിങ്ങൾ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് അവരും ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ ഹീറോ പറയും എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയുടെ മകനും മകളും അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. മകനാണെങ്കിലോ അവൻ്റെ അസുഖം പോലും മറന്നിട്ട് അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ്. ഇത് കാരണം ഹീറോയും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടവരായിട്ട് ഈ ഒരു ബോട്ട് കരയിലേക്ക് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുത്തശ്ശി പാവം പിന്നെ ബെക്കി എന്ന് പറഞ്ഞ അവൻ ഇവരൊക്കെ മരിച്ചത് ഭയങ്കര വിഷമായി പോയി. എന്തായാലും ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്തു. പിന്നെ മെയിനായിട്ട് ഡാൻ ഉണ്ടല്ലോ, അവൻ മരിച്ചത് മാത്രം ഒരു സന്തോഷമായിട്ടുള്ള കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം. മൂവിയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.